NPS, അതായത് നാഷണൽ പെൻഷൻ സ്കീം. 2004 ഈ NPS സ്റ്റാർട്ട് ചെയ്തത്. 2004 മുതൽ 2009 വരെ ഇത് ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമായിരുന്നു ഈ ഒരു സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളായിരുന്നു. പക്ഷെ 2009 മുതൽ ഇത് പബ്ലിക്കിലേക്ക് ഓപ്പൺ ആക്കി കൊടുത്തു. ഇപ്പോൾ 18 മുതൽ 70 വയസ്സ് വരെയുള്ള ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. റീസെന്റ് ആയിട്ട് NPS വാത്സല്യ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ സ്കീം കൂടി NPS കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിലെന്ന് പറയുമ്പോഴേക്കും ഈ NPS എപ്പോഴും ഇതിന്റെ റിട്ടേൺസിലേക്ക് വരാം. NPS എപ്പോഴും മാർക്കറ്റുമായിട്ട് ലിങ്ക്ഡ് ആണ്. അതായത് നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് NPS കുറച്ച് സ്റ്റോക്കിലേക്ക്, കുറച്ച് ഇതുപോലെ ഷെയർസിലേക്കും കാര്യങ്ങളിലേക്കും ബോൺസിലേക്ക് കിട്ടുന്നത് കൊണ്ടിട്ട് തന്നെ അതിന്റെ റിട്ടേൺസ് ഒരിക്കലും ഫിക്സ്ഡ് അല്ല. എങ്കിലും ഇതിന്റെ ആ ഒരു കുറച്ച് കാലത്തെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 8 to 10% വരെ NPS റിട്ടേൺ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ പറയാനായിട്ടാണെങ്കിൽ ഈ NPS ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് സേവിയർ റെഗുലേറ്ററിൽ നിൽക്കുന്നത് പോലെ NPS നോക്കുന്നത് PFRDA എന്നാണ്, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറയും. ഇവരാണ് നമ്മുടെ ഈ പെൻഷൻ NPS നോക്കുന്നത്. അതുപോലെ തന്നെ ഇവർ എവിടെയാണ് ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന ഈ ഫണ്ട് സേഫ് ആണോ, ഇത് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. 4 അസറ്റ് ക്ലാസ്സിലായിട്ടാണ് NPS നമ്മുടെ ഫണ്ട് ഇടുന്നത്. ഒന്ന് G, C, E, A എന്ന് പറയും. G എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ബോൺസ് ആണ്. C കോർപ്പറേറ്റ് ബോൺസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്താണ് ബോൺസ് എന്നുള്ളത്. E എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റി. പിന്നെ ആൾട്ടർനേറ്റീവ് A. ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ 5%, മാക്സിമം 5% മാത്രമേ നമുക്ക് ഈ അത് റിയൽ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് റിസ്ക് കുറച്ച് കൂടുതലാണ്. അപ്പോൾ മാക്സിമം 5% മാത്രമാണ് നമുക്കതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ഈ NPSലേക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും NPSന്റെ ഡാഷ്ബോർഡിൽ ചെല്ലുമ്പോൾ ഗവൺമെന്റ് നമ്മളോട് ചോദിക്കും, അല്ലെങ്കിൽ NPS ചോദിക്കും, നമുക്ക് ഒരു 3 ഓപ്ഷൻസ് തരും: അഗ്രസീവ്, മോഡറേറ്റ്, അതുപോലെ കൺസർവേറ്റീവ്. ഇതിൽ ഏത് ഓപ്ഷൻസിലേക്ക് പോകാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് ചോദിക്കും. ഇതനുസരിച്ചിട്ടാണ്. ഇപ്പം നമ്മൾ അഗ്രസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന് ഏകദേശം മനസ്സിലാവും നമ്മൾ റിസ്ക് എടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റർ ആണ്. അപ്പോൾ അതനുസരിച്ച് 35 വയസ്സുള്ള ഒരു കസ്റ്റമറിന് 75% വരെ ഇക്വിറ്റിയിലേക്ക് ഈ അഗ്രസീവ് മോഡിൽ നമുക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് 2 ഓപ്ഷൻ കൂടിയുണ്ട്. നമുക്ക് തീരുമാനിക്കാം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അതായത് ഓട്ടോ ചോയ്സ് ലൈഫ് സ്റ്റൈലും ഉണ്ട്, അതുപോലെ തന്നെ ആക്റ്റീവ് ചോയ്സും ഉണ്ട് എന്നുള്ള കാര്യം വരുന്നത്. അഗ്രസീവില് ഞാൻ പറഞ്ഞാൽ 35 വയസ്സുള്ള ഒരാൾക്ക് 70% വരെ ഇക്വിറ്റിയിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ വയസ്സ് കൂടുന്തോറും ഇക്വിറ്റിയിലേക്കുള്ള ഷെയർ കുറഞ്ഞു വരും. 55 വയസ്സെത്തുമ്പോഴേക്കും 15% വരെ നമുക്ക് അഗ്രസീവില് ഇക്വിറ്റിയിലേക്ക് ഷെയർ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇത് ഇനി മോഡറേറ്റിലേക്ക് വരുമ്പോഴേക്കും മിനിമൽ റിസ്ക് ആണ്. അതായത് അത്ര റിസ്ക്കും ഇല്ല, എന്നാൽ കുറച്ച് റിസ്ക്കും ഉണ്ട്. 35 വയസ്സുള്ള ഒരാൾക്ക് 50% വരെ ഇക്വിറ്റിയിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അത് വയസ്സ് കൂടിക്കൂടി വരുമ്പോഴേക്കും ഒരു 55 ആകുമ്പോൾ 10% ഇക്വിറ്റിയിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി കൺസർവേറ്റീവ് എന്ന് പറയുമ്പോഴേക്കും അവർക്ക് ടാക്സും കാര്യങ്ങളിലും വരുമ്പോഴേക്കും ഇത് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിട്ട് വരും. പക്ഷെ ന്യൂ ടാക്സ് റെജീമിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും തന്നെ ബെനിഫിറ്റ് അല്ല. കാരണം ഒന്നും ഇതിൽ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നില്ല. ഇതുകൊണ്ട് നമുക്ക് ഒരു ടാക്സേഷനും കുറക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് അത്ര വലിയ ബെനിഫിറ്റ് ആയിട്ട് കാര്യമല്ല. എന്തെങ്കിലും ടാക്സിനകത്ത് മാത്രമല്ല ഒരു ഡിഫറൻസ്. പിന്നെന്താ 60% ടാക്സ് ഫ്രീ ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. നമ്മൾ ഇത് പെൻഷൻ എടുക്കുന്ന ടൈമിൽ ടോട്ടൽ എമൗണ്ടിന്റെ 60% നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് വിഡ്രോ ചെയ്യാം. ബാക്കിയുള്ള 40% ആനുവിറ്റിയിലേക്ക് പോകും. ആനുവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മരണം വരെ നമുക്കൊരു സാലറി പോലെ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ഇനിയിപ്പം ആഫ്റ്റർ നമ്മുടെ ഡെത്തിന് ശേഷം അത് ഒന്നെങ്കിൽ വൈഫിലേക്ക് പോകും. ഇപ്പം 2 പേരും ഇല്ലെന്നുണ്ടെങ്കിൽ അത് നോമിനിയിലേക്ക് പോകും. നമുക്ക് നോമിനിക്ക് കൊടുക്കേണ്ട, നമുക്ക് മാത്രം അത് യൂസ്ഫുൾ ആയാൽ മതി എന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള എമൗണ്ട് നമുക്ക് ആ ഒരു ടൈമിൽ വിഡ്രോ ചെയ്തെടുക്കാമെന്നുള്ളത്. നമ്മുടെ മരണശേഷം ആ എമൗണ്ട് കംപ്ലീറ്റ്ലി NPS, അതായത് നാഷണൽ പെൻഷൻ സ്കീം. 2004 ഈ NPS സ്റ്റാർട്ട് ചെയ്തത്. 2004 മുതൽ 2009 വരെ ഇത് ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമായിരുന്നു ഈ ഒരു സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളായിരുന്നു. പക്ഷെ 2009 മുതൽ ഇത് പബ്ലിക്കിലേക്ക് ഓപ്പൺ ആക്കി കൊടുത്തു. ഇപ്പോൾ 18 മുതൽ 70 വയസ്സ് വരെയുള്ള ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. റീസെന്റ് ആയിട്ട് NPS വാത്സല്യ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ സ്കീം കൂടി NPS കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിലെന്ന് പറയുമ്പോഴേക്കും ഈ NPS എപ്പോഴും ഇതിന്റെ റിട്ടേൺസിലേക്ക് വരാം. NPS എപ്പോഴും മാർക്കറ്റുമായിട്ട് ലിങ്ക്ഡ് ആണ്. അതായത് നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് NPS കുറച്ച് സ്റ്റോക്കിലേക്ക്, കുറച്ച് ഇതുപോലെ ഷെയർസിലേക്കും കാര്യങ്ങളിലേക്കും ബോൺസിലേക്ക് കിട്ടുന്നത് കൊണ്ടിട്ട് തന്നെ അതിന്റെ റിട്ടേൺസ് ഒരിക്കലും ഫിക്സ്ഡ് അല്ല. എങ്കിലും ഇതിന്റെ ആ ഒരു കുറച്ച് കാലത്തെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 8 to 10% വരെ NPS റിട്ടേൺ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ പറയാനായിട്ടാണെങ്കിൽ ഈ NPS ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് സേവിയർ റെഗുലേറ്ററിൽ നിൽക്കുന്നത് പോലെ NPS നോക്കുന്നത് PFRDA എന്നാണ്, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ്
ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറയും. ഇവരാണ് നമ്മുടെ ഈ പെൻഷൻ NPS നോക്കുന്നത്. അതുപോലെ തന്നെ ഇവര് എവിടെയാണ് ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന ഈ ഫണ്ട് സേഫ് ആണ്, ഇത് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. 4 അസറ്റ് ക്ലാസ്സിലായിട്ടാണ് NPS നമ്മുടെ ഫണ്ട് ഇടുന്നത്. ഒന്ന് G, C, E, A എന്ന് പറയും. G എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ബോൺസ് ആണ്. C കോർപ്പറേറ്റ് ബോൺസ് ആണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്താണ് ബോൺസ് എന്നുള്ളത്. E എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റി. പിന്നെ ആൾട്ടർനേറ്റീവ് A. ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ 5% മാക്സിമം 5% മാത്രമേ നമുക്ക് ഈ അത് റിയൽ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് തന്നെ റിസ്ക് കുറച്ച് കൂടുതലാണ്. അപ്പോൾ മാക്സിമം 5% മാത്രമാണ് നമുക്കതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ഈ NPSലേക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും NPSന്റെ ഡാഷ്ബോർഡിൽ ചെല്ലുമ്പോൾ ഗവൺമെന്റ് നമ്മളോട് ചോദിക്കും, അല്ലെങ്കിൽ NPS ചോദിക്കും, നമുക്ക് ഒരു 3 ഓപ്ഷൻസ് തരും. അഗ്രസീവ്, മോഡറേറ്റ്, അതുപോലെ കൺസർവേറ്റീവ്. ഇതിൽ ഏത് ഓപ്ഷൻസിലേക്ക് പോകാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് ചോദിക്കും. ഇതനുസരിച്ചിട്ടാണ്. ഇപ്പം നമ്മൾ അഗ്രസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന് ഏകദേശം മനസ്സിലാവും നമ്മൾ റിസ്ക് എടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റർ ആണ്. അപ്പോൾ അതനുസരിച്ച് 35 വയസ്സുള്ള ഒരു കസ്റ്റമറിന് 75% വരെ ഇക്വിറ്റിയിലേക്ക് ഈ അഗ്രസീവ് മോഡിൽ നമുക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് 2 ഓപ്ഷൻ കൂടിയുണ്ട്. നമുക്ക് തീരുമാനിക്കാം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അതായത് ഓട്ടോ ചോയ്സ് ലൈഫ് സ്റ്റൈലും ഉണ്ട്, അതുപോലെ തന്നെ ആക്റ്റീവ് ചോയ്സും ഉണ്ട്. 35 വയസ്സുള്ള ഒരാൾക്ക് 70% വരെ ഇക്വിറ്റിയിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ വയസ്സ് കൂടുന്തോറും ഇക്വിറ്റിയിലേക്കുള്ള ഷെയർ കുറഞ്ഞു വരും. 55 വയസ്സെത്തുമ്പോഴേക്കും 15% വരെ നമുക്ക് അഗ്രസീവ്ലി ഇക്വിറ്റിയിലേക്ക് ഷെയർ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഇനി മോഡറേറ്റിലേക്ക് വരുമ്പോഴേക്കും മിനിമൽ റിസ്ക് ആണ്, അതായത് അത്ര റിസ്ക്കും ഇല്ല എന്നാൽ കുറച്ച് റിസ്ക്കും ഉണ്ട്. 35 വയസ്സുള്ള ഒരാൾക്ക് 50% വരെ ഇക്വിറ്റിയിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അത് വയസ്സ് കൂടിക്കൂടി വരുമ്പോഴേക്കും 55 ആകുമ്പോൾ 10% ഇക്വിറ്റിയിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി കൺസർവേറ്റീവ് എന്ന് പറയുമ്പോഴേക്കും അവർക്ക് ടാക്സും കാര്യങ്ങളിൽ വരുമ്പോഴേക്കും ഇത് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിട്ട് വരും. പക്ഷെ ന്യൂ ടാക്സ് റെജീമിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും തന്നെ ബെനിഫിറ്റ് അല്ല, കാരണം ഒന്നും ഇതിൽ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നില്ല. ഇതുകൊണ്ട് നമുക്ക് ഒരു ടാക്സേഷനും കുറക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് അത്ര വലിയ ബെനിഫിറ്റ് ഉള്ള കാര്യമല്ല. എന്തെങ്കിലും ഡൗട്ട്സ്? ടാക്സിനകത്ത് മാത്രമല്ല ഒരു ഡിഫറൻസ്. പിന്നെന്താ 60% ടാക്സ് ഫ്രീ ആയിട്ട് വിഡ്രോ ചെയ്യാലോ? നമ്മൾ ഇത് പെൻഷൻ എടുക്കുന്ന ടൈമിൽ ടോട്ടൽ എമൗണ്ടിന്റെ 60% നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് വിഡ്രോ ചെയ്യാം. ബാക്കിയുള്ള 40% ആനുവിറ്റിയിലേക്ക് പോകും. ആനുവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മരണം വരെ നമുക്കൊരു സാലറി പോലെ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ഇനിയിപ്പം ആഫ്റ്റർ നമ്മുടെ ഡെത്തിന് ശേഷം അത് ഒന്നെങ്കിൽ വൈഫിലേക്ക് പോകും. ഇപ്പം 2 പേരും ഇല്ലെന്നുണ്ടെങ്കിൽ അത് നോമിനിലേക്ക് പോകും. നമുക്ക് നോമിനിക്ക് കൊടുക്കേണ്ട, നമുക്ക് മാത്രം അത് യൂസ്ഫുൾ ആയാൽ മതി എന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള എമൗണ്ട് നമുക്ക് ആ ഒരു ടൈമിൽ വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ മരണശേഷം ആ എമൗണ്ട് കംപ്ലീറ്റ്ലി